Hello Examiner family. This video is our plus 2 UYARE batch students an important announcement. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലസ് 2 എക്സാമിൻ്റെ ഡേറ്റ് വന്നു, ഫോക്കസ് ഏരിയ വന്നു. പക്ഷേ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ് എവിടുന്ന് പഠിക്കണം. ഫോക്കസ് ഏരിയ വന്നു, പക്ഷേ എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. അത് പുറത്തുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല, UYARE ബാച്ചിലുള്ള സ്റ്റുഡൻസിനും കൺഫ്യൂഷനാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഞങ്ങൾ വരുമെന്നും അത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കൺഫ്യൂഷൻ മാറും എന്നുള്ള കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെൻറ്റും അതിൻ്റെ ഡീറ്റെയിൽസും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ സാറോട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള എല്ലാ കൺഫ്യൂഷനും പോകും, എല്ലാ കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ആർക്കെങ്കിലും UYARE ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. 7592092021 വാട്സപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാം. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സും ഒക്കെ നമ്മൾ റിവിഷൻ ബാച്ചും ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് UYARE ബാച്ചിൽ കിട്ടും. ഓക്കെ, എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ നടക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് ആദ്യം കാണിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ ഡോക്യുമെൻ്റ് കണ്ടാൽ ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ വരും. ഓരോരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഓരോരോ ഷീറ്റ്സ് കാണാം. ഫിസിക്സിൻ്റെ UYARE ഡോക്യുമെൻ്റ്, അതേപോലെ കെമിസ്ട്രിക്ക് കാണാം, മാത്സിന് കാണാം, ബയോളജിക്ക് കാണാം. അപ്പോൾ കാണുമ്പോൾ കുറച്ച് പേടി വരുമെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാത്സിൻ്റെ ഡോക്യുമെൻ്റ് എടുക്കാം. ഇത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എല്ലാം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയൻ്റെ ഡോക്യുമെന്റ് അതുണ്ടാവും, ഈ ഡോക്യുമെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി വേറൊരു കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സസോ മറ്റേതോ റിവിഷനോ എന്തെങ്കിലും അനാലിസിസോ വേറെ റിവിഷൻ മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾ എല്ലാവരും കമൻസിൽ അറിയിക്കുക. ഓക്കെ, കാരണം എക്സാം സീസണായി നമുക്ക് കുറേ ചാറ്റും കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആകെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കമൻറ്റ് സെക്ഷനാണ്. വേഗം തന്നെ കമൻസിൽ എന്ത് ആവശ്യം ചെയ്താൽ ഞങ്ങൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മാത്സിൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് വെക്കുക. ഓക്കെ, മാത്സിൻ്റെ ഡോക്യുമെൻറ്റിൽ മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 13 ചാപ്റ്റേഴ്സ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടെസ്റ്റ് പേപ്പർ കാണാം. അതിനെപ്പറ്റി കുറച്ച് കഴിയുമ്പോൾ സെർച്ച് ചെയ്യാം, അല്ലേ, കുറച്ച് കഴിയുമ്പോൾ ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കാണാം. ഈ ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കായിരിക്കും നമ്മുടെ ആപ്പിലുള്ള ലേണിംഗ് വീഡിയോസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ്റെ ലേണിംഗ് വീഡിയോസ് കൊടുത്തിരിക്കുന്നത് എന്താണ്, 1 to 18 പിന്നെ 25. നമുക്കറിയാം ആ ചാപ്റ്ററിലെ മിക്ക ഭാഗമുണ്ട്. പിന്നെ എവിടെ നിന്നാണ് കട്ടാകുന്ന ബൈനറി ഓപ്പറേഷൻസ് ഇല്ല. അപ്പം ആ ഭാഗം പഠിക്കേണ്ട, അതിൻ്റെ നമ്പേഴ്സ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ പഠിക്കാനുള്ള നമ്പേഴ്സ് 1 മുതൽ 18 വരെയുള്ള പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ 25th പഠിക്കണം. അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഏതാണെന്ന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. 1 മുതൽ 18 വരെയുള്ള വീഡിയോ പിന്നെ 25ാമത്തെ വീഡിയോ കണ്ടാൽ ഫോക്കസ് ഏരിയ കഴിഞ്ഞു. അപ്പം അത് നമ്മുടെ ആപ്പിൽ എവിടെയാണ് കിട്ടുകയെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിലും ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം, സാർ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിനർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി ശ്രദ്ധിക്കണം, ചിലവർ +1 ക്ലാസ് ആയിരിക്കും എടുത്തത്, അത് മാറ്റി +2 ക്ലാസ് തന്നെ ആക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് നമ്മൾ മാത്സിൽ വരാം. മാത്സിനുള്ള ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. നിങ്ങൾ കുറേ ടൈപ്പ് വീഡിയോ കാണാം, ലേണിംഗ് വീഡിയോ, പ്രീവിയസ് ഇയർ. അതിന് നമുക്ക് വേണ്ടത് എപ്പോഴും പഠിക്കാനുള്ള വീഡിയോസ് ലേണിംഗ് വീഡിയോസിൽ. ഓക്കെ, ലേണിംഗ് വീഡിയോസിൽ പോയാൽ 26 വീഡിയോസ് ഉണ്ട്, 26 ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം 1, നമുക്ക് എന്താണെന്ന് പറഞ്ഞത് 1 മുതൽ 18 വരെ. 1 മുതൽ 18 വരെ എല്ലാം നിങ്ങൾ കാണണം, കുത്തിയിരുന്നു. ഓക്കെ, സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞായിരിക്കും. 2x കണ്ടോ, അത് സ്പീഡ് കൂട്ടി കണ്ടോ. ഓക്കെ, അപ്പോൾ 1 മുതൽ 18 വരെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 18 വരെ പഠിക്കാം. ഓക്കെ, 18 വരെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് 2 കഴിഞ്ഞു. അതിൻ്റെ ബൈനറി ഓപ്പറേഷൻസ് കുറച്ച് വരെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ പഠിക്കണ്ട. എന്നിട്ട് 25th, കാരണം അതിൽ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട്. ഓക്കെ, അതോടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയൻ്റെ വീഡിയോസ് മൊത്തം കണ്ടുപഠിച്ചു. ഇനി ഓക്കെ, അപ്പോൾ നമ്മൾ ലേണിംഗ് വീഡിയോസ് കണ്ട് വീണ്ടും തിരിച്ച് ഡോക്യുമെന്റിലേക്ക് വരാം. അപ്പോൾ ലേണിംഗ് വീഡിയോസ് ടിക്കായി. അപ്പോൾ ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, എല്ലാ കാര്യങ്ങളും കഴിയും, എല്ലാ തിയറിയും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് കിട്ടി. പക്ഷെ അത് മാത്രം മതിയോ, പോരാ. കാരണം മാത്സ് ആണ്, മാത്സ് മാത്രമല്ല എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് അവസാനം പരീക്ഷ ചോദിക്കുക. ഈ ലേണിംഗ് വീഡിയോസിലെ തിയറി മാത്രമല്ല ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണെന്ന് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ DPPയിൽ പോകണം, അല്ലെ, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. ഓരോ ചാപ്റ്ററിന് ശേഷവും 1 or 2 ഷീറ്റ്സ് തരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അത് പഠിച്ച പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് തീരും. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത കോളത്തിലേക്ക് പോയി നിങ്ങൾക്ക് DPP അതിൻ്റെ ബ്രാക്കറ്റിൽ പേജ് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഈ ഫസ്റ്റ് ചാപ്റ്ററിന് DPP ഉണ്ട്, 2 DPP ഉണ്ട്, 3 DPP ഉണ്ട്. 1, 2, 3 3 DPP ഷീറ്റ്സ് ഉണ്ട്. 3 പ്രോബ്ലംസ് അല്ല, 3 ഷീറ്റ്സ് ഉണ്ട്. അതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ അലൻ സാർ പറയുന്നത് എന്താണ്, DPP 1ലും DPP 2ലെയും എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിരിക്കണം.
അതേപോലെ DPP3 എല്ലാം ചെയ്യേണ്ട 2, 3, 5 ഈ നമ്പേഴ്സിലുള്ള പ്രോബ്ലംസ് മാത്രം നിങ്ങൾ ചെയ്താണ്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലാണ്ട് റാൻഡം ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾക്ക് വെറുതെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി NCERT പോലെയല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ പാറ്റേൺസ് നോക്കി, നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് മാർക്കിംഗ് സ്കീം നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചുരുക്കത്ത് പറഞ്ഞാൽ പരീക്ഷയിൽ വരും. പഠിച്ചാൽ പരീക്ഷയിൽ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, പേജ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ അല്ല. അപ്പോൾ അത് അലൻ സാർ കാണിച്ചു തരും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്സിൽ കയറുന്നു. മാത്സിനുള്ളിൽ ചാപ്റ്റർ 1, അതിനുള്ളിൽ ലേണിംഗ് വീഡിയോ ഉണ്ട്, പ്രീവിയസ് ഇയർ വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തേർഡ് സെക്ഷൻ DPP. ഓക്കെ, അപ്പോൾ DPPനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ആദ്യം 3 വീഡിയോ സൊല്യൂഷൻസ് ആണ്, അത് അവിടെ അങ്ങ് പോസ് ചെയ്യാം. വീഡിയോ സൊല്യൂഷൻ ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആദ്യം. അപ്പോൾ ആദ്യത്തെ DPP1 എന്നാണ് PDF ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ PDF ഓപ്പണിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കാണാം, എന്താ ഇതാണ് DPP1ൻ്റെ ഷീറ്റ്. അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ടാവും. ഇതിലെന്താ പറയുക, DPP1ഉം 2ഉം മൊത്തം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ആദ്യത്തെ പിന്നെ പേജ് നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു രീതി ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ചാടിക്കരുതാ ഇത് ഞാൻ വായിച്ചു നോക്കി എന്നാൽ പിന്നെ എനിക്ക് അറിയാം സൊല്യൂഷൻ, ജസ്റ്റ് സൊല്യൂഷൻ നോക്കിയാൽ മതി. വീഡിയോ സൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ വീഡിയോ സൊല്യൂഷൻ ചാടിക്കറി നോക്കുവോ? ചെയ്യാൻ പാടില്ല, ഒരു കാര്യമില്ല. ഒരു ബുക്കും പെൻ എടുക്കുക, ഇത് ട്രൈ ചെയ്തോ. അതിൻ്റെ ആൻസർ സ്വന്തം ചെയ്യുന്ന ആൻസേഴ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. 99% നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. പക്ഷേ ആ 1% നിങ്ങൾ തെറ്റിക്കുന്ന അവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ മാറിപ്പോയതെന്ന്. എന്തെങ്കിലും കാരണം ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് തരാൻ കാരണം എന്താ, നിങ്ങൾ അറിയാണ്ട് ആൻസർ വെറുതെ കണ്ടുപോകണ്ടെന്ന് വെച്ചതാണ്. അപ്പം നിങ്ങൾ DPP1 നോക്കി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്താ DPP1ൻ്റെ സൊല്യൂഷൻ എന്താ, നിങ്ങൾ വീഡിയോ സ്പീഡിൽ കണ്ടോ, നിങ്ങൾ ആൻസർ സ്കിപ്പ് ചെയ്ത് ഫാസ്റ്റ് അടിച്ച് കണ്ടാലും മതി. നിങ്ങൾക്ക് അറിയാത്ത മാത്രം കണ്ടാൽ മതി, വെറുതെ കുറേ സമയമൊന്നും വേസ്റ്റ് ചെയ്യണ്ട. ഇത് ഫാസ്റ്റ് അടിച്ച് കാണാം, സ്കിപ്പ് അടിച്ച് കാണാം, എങ്ങനെ വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ച് പോകാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി DPP1 DPP2 അങ്ങനെ ചെയ്യാം. DPP3 എത്തുമ്പോൾ നമുക്ക് ബൈനറി ഓപ്പറേഷൻസ് വേണ്ട, ഔട്ട് ഓഫ് ഫോക്കസ്. അപ്പൊ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, 2, 3, 5, 7 ഒക്കെ പഠിക്കാനാണ് പറഞ്ഞത്. പേജ് നമ്പർ ആണ്. അപ്പൊ 14 പേജ് നമ്പേഴ്സ് ഉണ്ട് DPP3. അപ്പൊ നിങ്ങൾ കാണാൻ എന്താ, സെക്കൻഡ് പേജ് പഠിക്കണം, തേർഡ് പേജ് പഠിക്കണം. അപ്പൊ സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കാരണം ഫസ്റ്റ് പേജ് വേറെ എന്തോ പേജ് ആണ്. സെക്കൻഡ് പേജ് ആണ് ഇവിടെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, അതാലോചിക്കണം. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബൈനറി ക്വസ്റ്റ്യൻസ് ആണെന്ന്. പിന്നെ ഈ പേജ് നമ്പേഴ്സ് കറക്റ്റ് ഫോളോ ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഓരോ DPPയിലെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചെയ്തോ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ ഡോക്യുമെന്റിലുണ്ട്. ഓക്കെ, അപ്പം ബാക്ക് ടു ഡോക്യുമെന്റ്. അപ്പം DPP കഴിഞ്ഞു. അപ്പോൾ ബേസിക്കലി DPPയോട് കഴിയുന്നതോടെ നിങ്ങളുടെ 100% പ്രിപ്പറേഷൻ കഴിഞ്ഞു. 100% പ്രിപ്പറേഷൻ കഴിഞ്ഞു. കാരണം DPP കാണുകയല്ല, DPP പഠിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയത് നല്ല കാര്യം, കിട്ടാത്തത് വീഡിയോ സൊല്യൂഷൻ കണ്ട് പഠിക്കുക. എന്നിട്ട് അതൊന്നും കൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 100% പ്രിപ്പറേഷൻ കഴിഞ്ഞോടെ. ഇനി ചിലർ സംശയമുണ്ട്, സാർ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ എത്ര ആലോചിക്കുക, ആദ്യം നിങ്ങൾ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടാവും, നിങ്ങൾ 2-3 ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ചോ. ഓക്കെ, ഇവിടെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾ സമയം എടുത്ത് പഠിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആദ്യം നിങ്ങൾ ഇത് തീർക്ക്. കാരണം മാക്സിമം ക്വസ്റ്റൻസ് ഫോക്കസ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ആദ്യം തീർക്ക്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. പിന്നെ NCERT എക്സസൈസ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, സമയം ഉണ്ടെങ്കിൽ മാത്സിന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റൻസ് കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ഏത് എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഓക്കെ, സമയം കിട്ടുമ്പോൾ ചെയ്യുന്നത് മതി. നെക്സ്റ്റ് നമുക്ക് കാണാം വൺ ഷോർട്ട് സീരീസ്. നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ നടക്കുന്ന സീരീസ് ആണ്. ആ ക്ലാസ്, ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ വൺ ഷോർട്ട് സീരീസിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കും. ആ ലിങ്ക് നിങ്ങൾ ഇപ്പോൾ കാണണമെന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങളിപ്പോൾ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ശരി, ഓക്കെ, അതെല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഓപ്പൺ ആണ്. ഇനി ഇതിൻ്റെ ശരിക്കത്തെ യൂട്ടിലിറ്റി എപ്പോഴാണ് വരിക? നിങ്ങൾ ഇപ്പോൾ കാണുമോ കാണാതിരിക്കുമോ എന്ത് വേണം ചെയ്തോ, എന്തായാലും ലേണിംഗ് വീഡിയോസ് പഠിക്കണം, DPP ചെയ്യണം എന്നുള്ള കാര്യം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഷോർട്ട് സീരീസ് മാത്രം നിങ്ങൾക്ക് മതിയാവില്ല. ആ ടോപ്പിലെത്താൻ 99% എബവ് എത്താൻ അത് മാത്രം മതിയാവില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ വൺ ഷോർട്ട് സീരീസ് ഇപ്പോൾ ഓപ്ഷനിലാണ്. എപ്പോഴാണ് ഈ വൺ ഷോർട്ട് സീരീസിൻ്റെ ശരിക്കത്തെ ഉപയോഗം വരിക? നമ്മൾ ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ, ഒരു 1 month കഴിയുമ്പോൾ, എക്സാമിന് ഒരു 1 month മുൻപ് നമ്മളൊരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, UYARE ബാച്ചിൻ്റെ ഉള്ളിൽ തന്നെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ബാച്ച് എന്ന് പറഞ്ഞാൽ വേറെ ബാച്ച് ഒന്നുമല്ല, ഇൻറ്റൻസ് റിവിഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചാപ്റ്റേഴ്സ് ചെയ്യും, അല്ലേ, ലൈവ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആ ലൈവിൽ എന്ത് ചെയ്യില്ല, വീണ്ടും ഈ ബേസിക്സ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകില്ല. പരീക്ഷയുടെ തലേന്നല്ല, അല്ലെ ഒരു മാസം മുൻപല്ല ബേസിക്സ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്സ് പഠിപ്പിക്കില്ല, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ലേണിംഗ് വീഡിയോസ് കണ്ടിട്ട്. ഓക്കെ,
ആ ക്ലാസ്സിന് വരുമ്പോൾ ആ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുക സാർ? അപ്പോൾ ഒന്നും പഠിപ്പിക്കില്ലേ? ആ ക്ലാസ്സിൽ നമ്മുടെ എക്സാം ലെവലുള്ള പിന്നെ കുറച്ച് എക്സാമിനേക്കാളും ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ പരീക്ഷയിൽ നമുക്ക് എന്താണ് കിട്ടണം? ആ ടോപ്പ് 99% അതുപോലെ 100% വേണം. അതാണ് നമ്മുടെ യോധ ബാച്ചിൻ്റെ സീക്രട്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സസിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ എക്സാം ലെവലും അല്ല അതിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ പ്രിപ്പയർഡ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലേണിംഗ് വീഡിയോസ് കണ്ട് പഠിച്ചു തുടങ്ങുക, DPP ഒക്കെ ചെയ്യുക. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ മുൻപ് വരാൻ വേണ്ടി ജസ്റ്റ് ഒരു റിവിഷൻ എന്തായിരിക്കും? ഈ 1 ഷോട്ട് സീരീസിൻ്റെ ക്ലാസ് ആയിരിക്കും, അതിൻ്റെ നോട്ട്സും ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കണം വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ബാക്കി വീഡിയോസ് ഇവിടെ ഫില്ലാവും, അത് എടുത്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഷീറ്റിൽ തന്നെ ഉണ്ടാവും, എല്ലാ ഒരു ഷീറ്റിലായിരിക്കും. അത് നിങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് വന്നിരുന്നാൽ നിങ്ങൾ ബേസിക്സ് കവർ ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ആ ചാപ്റ്റർ കഴിഞ്ഞു. അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറും കൂടി കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ഓരോ ചാപ്റ്റർ നമ്മൾ ആ സമയത്ത് തീർക്കും. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിട്ട് കറക്റ്റ് പ്ലാനിങ്ങോടെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ആ പ്ലാൻ അനുസരിച്ച് കറക്റ്റ് പോവുകയാണെങ്കിൽ അവസാനം എക്സാം വരുമ്പോൾ നിങ്ങളെല്ലാവരും തകർക്കും, ഒരു സംശയമില്ല. കാരണം ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഒരു ബാച്ചും കേരളത്തിൽ ഇതുവരെ റൺ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ശരി. ഇനി നമ്മുടെ ലാസ്റ്റത്തെ സർപ്രൈസ് നമ്മൾ മറന്നുപോയി. ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലേ? പക്ഷേ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ടെസ്റ്റ് പേപ്പർ. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ വീക്ക് മുതൽ. ഇപ്പോൾ ഫോർത്തിന് നിങ്ങൾക്ക് മാത്സിൻ്റെ ആവും, അതിന് മുമ്പ് ഒരു തേർഡിന് ഫിസിക്സും ഉണ്ടാവും. അപ്പോൾ ഫോർത്തിന് മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഏത് ചാപ്റ്ററിൻ്റെ? ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലേണിംഗ് വീഡിയോസും DPPയും പറ്റുന്ന പോലെയൊക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം തീർക്കാൻ ട്രൈ ചെയ്യുക. ഇന്ന് ടെസ്റ്റ് പേപ്പർ ഒന്ന് എഴുതാം. ടെസ്റ്റ് പേപ്പറിൽ കുറച്ച് എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതിന്റെ ഫോക്കസ് ഏരിയ ആയിരിക്കില്ല, അതും കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. കുറച്ച് എക്സ്ട്രാ ഒക്കെ ഉണ്ടാവും. ഫോക്കസ് ഏരിയ മാത്രമായിരിക്കില്ല. പേടിക്കണ്ട, അത് കണ്ടിട്ടില്ലല്ലോ എന്ന് പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇടാൻ കാരണം വെച്ചാൽ അത് ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും പരീക്ഷ ചോദിക്കും. ആ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചോദിക്കാൻ ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചാൻസ് ഉള്ളത് കൊണ്ടാണ് അത് ഇടുന്നത്. ബേസിക്കലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ തന്നെയായിരിക്കും ഇവിടെ. അപ്പം ആ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ എടുക്കുന്നു, അത് MCQ ആയിരിക്കില്ല, റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റിന് റൈറ്റ് തന്നെ ചെയ്യണം. സമയം നിങ്ങൾക്ക് തരും, ആ സമയത്തിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ രീതിയിലായിരിക്കും ടെസ്റ്റ് പേപ്പർ നടത്തുക. നിങ്ങൾ ആ ടെസ്റ്റ് പേപ്പർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓരോ ടെസ്റ്റ് പേപ്പറും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. സമയമൊക്കെ തന്നിട്ടുണ്ട്, ആവശ്യത്തിന് സമയം തന്നിട്ടുള്ളൂ. കാരണം നമുക്ക് ഓവർ സമയം കളയാനില്ല. ഈ ടെസ്റ്റ് പേപ്പറും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ റിവിഷൻ ബാച്ചിൽ വന്നിരുന്നാണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ റിവിഷൻ ബാച്ച് പോലെ ആവശ്യം ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് റിവിഷൻ പോലും ആവശ്യം ഉണ്ടാകും, വെറുതെ വന്നിരുന്ന ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ പ്ലാൻഡ് ആയിട്ട് ഇന്ന് മുതൽ വർക്ക് ചെയ്യുക. മിനിമം 2 to 3 hours നിങ്ങൾ വർക്ക് ചെയ്യുക എല്ലാ ദിവസവും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. എല്ലാത്തിനും നമ്മുടെ എക്സാമിനറിന് ആപ്പ് ഉണ്ട്, അതേപോലെ എക്സാമിനറുടെ ക്ലാസ്സസും ഉണ്ട്, ഈ ഷീറ്റും ഉണ്ട്, ഈ ഡോക്യുമെന്റ് ഞങ്ങളും ഉണ്ട്. ഓക്കെ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഈ ഷീറ്റ് ഈ ഡോക്യുമെന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിക്കുക. എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും എല്ലാവരും റെഡി ആയിരിക്കും. നിങ്ങളെല്ലാവരെയും എക്സാമിന് ഫുൾ മാർക്കിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം ടെസ്റ്റ് പേപ്പേഴ്സ് മാത്സിന് മാത്രമല്ല, ഇതുപോലത്തെ ഡോക്യുമെന്റ് കെമിസ്ട്രിക്കും ഉണ്ട്, ഇതുപോലത്തെ ഡോക്യുമെന്റ് ഫിസിക്സിനും ഉണ്ട്, ഇതുപോലത്തെ ഡോക്യുമെന്റ് ബയോളജിക്കും ഉണ്ട്. ഓക്കെ, സെയിം സാധനങ്ങൾ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്സിന് വേണ്ടിയല്ലേ പറഞ്ഞ്, അത് ബാക്കിയുള്ള സബ്ജക്ട്സിനും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഇനി നിങ്ങളുടെ കൈകളിലാണ് കാര്യം. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അവസാനം വരെ. പക്ഷേ ഇനി നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങണം. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഇനി നിങ്ങളും കൂടെ സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന അതിൻ്റെ മുകളിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പം അത്രയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാ ലിങ്കും എല്ലാ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ്ലി നിങ്ങളുടെ മെൻറ്റേഴ്സ്, UYARE ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും ഈ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഇത് റെഫർ ചെയ്യാം, എന്നിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി ആർക്കെങ്കിലും UYARE ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ ആഗ്രഹമുള്ളവർക്ക് UYARE ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് റിവിഷനും എല്ലാ ലൈവ് ക്ലാസ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.